ഹലോ, വെൽക്കം ബാക്ക് ടു RJ വ്ളോഗ്സ്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു കുക്കിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ കുറച്ചൊരു സ്പെഷ്യൽ ആയിരിക്കും. എസ്പെഷ്യലി പാലക്കാട് ജില്ല അല്ലാത്ത ആൾക്കാർക്ക് കുറച്ച് സ്പെഷ്യൽ ആയിരിക്കും. എന്താന്ന് വെച്ചാൽ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന കറി പാലക്കാട് ജില്ലക്കാർ മാത്രം ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. പാലക്കാട് ജില്ലയിലും എനിക്ക് തോന്നുന്നു അത് എല്ലാ സ്ഥലത്തും ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ നാട്ടില് ചിറ്റൂര്, പിന്നെ പാലക്കാട്, അങ്ങനെ പ്രോപ്പർ പാലക്കാടുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. ഈ കറിയുടെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ചിക്കനും അതിന്റെ കൂടെ തന്നെ കുമ്പളങ്ങ, എനിക്ക് തോന്നുന്നു മറ്റുള്ള നാട്ടിലെ ചൊരയ്ക്കാന്നായിരിക്കും പറയുന്നത്, ബട്ട് നമ്മുടെ നാട്ടിലെ കുമ്പളങ്ങ എന്നാ പറയുന്നത്. അതെ, അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന കറി എന്താണെന്ന് വെച്ചാൽ ചിക്കൻ കുമ്പളങ്ങ കറി. ഓക്കെ, അപ്പൊ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും, എങ്ങനെയായിരിക്കും ചിക്കൻ കുമ്പളങ്ങ കറി ഉണ്ടാക്കുക എന്നുള്ളത്. ബട്ട് പാലക്കാടത്തെ ആൾക്കാരാണെങ്കിൽ ദൈനോ ഓൾറെഡി അവർ കഴിച്ചിട്ടുണ്ടാവും. ഇപ്പൊ നമ്മുടെ പാലക്കാട് ഒട്ടുമിക്ക ഫംഗ്ഷൻസ്, ഇപ്പോൾ കല്യാണം ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ ആണെങ്കിൽ കല്യാണത്തിന്റെ തലേ ദിവസം രാത്രി കൂടുതലും പാലക്കാട് വീടുകൾ ഉണ്ടാക്കുന്ന കറിയാണ് ചിക്കൻ കുമ്പളങ്ങ കറി. ഓക്കെ, അപ്പോൾ അധികം സംസാരിച്ചിട്ട് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ചിക്കൻ, പിന്നെ കുമ്പളങ്ങ ഒരു 1/4 കിലോ കുമ്പളങ്ങ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ തേങ്ങ അരച്ചതുണ്ട്, പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഈ കാണുന്നത് ചിക്കൻ മസാലയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യമായ ചെറിയുള്ളി കുറച്ച് അരിഞ്ഞു വെച്ചത്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഗരം മസാല പേസ്റ്റ് ആക്കിയത്, പിന്നെ കുറച്ച് മല്ലിയില. ഇത്രയും കാര്യങ്ങൾ മാത്രം മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം മതി ഈ ചിക്കൻ കുമ്പളങ്ങ കറി ഉണ്ടാക്കാൻ. അപ്പോൾ ഇന്ന് നമ്മൾക്കായിട്ട് ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ അമ്മയാണ്. അപ്പോൾ അമ്മ കറി ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യമേ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഒരു പാത്രം എടുക്കുക. ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം. നമ്മളിപ്പോൾ സാധാരണ ഒരു ചെറിയൊരു പഴയ പാത്രം എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിലുള്ള ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഉള്ളി ഇളക്കി കൊടുക്കണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഉള്ളി ഒരിക്കലും കരിഞ്ഞു പോകാതെയും പാത്രത്തിനടിയിൽ പിടിക്കാതെയും ശ്രദ്ധിക്കണം. അപ്പോൾ ഉള്ളിയുടെ കളർ ഏകദേശം ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആ ഉള്ളിയും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അത് ഏകദേശം മൂത്ത് വരുമല്ലോ. ആ സമയത്ത് നല്ലൊരു മണമാണ്. ആ മണം അടുക്കളയിൽ നല്ലൊരു മണം തന്നെയാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, അരച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല 1 ടീസ്പൂൺ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഗരം മസാലയുടെ മസാലയുടെ മണമൊക്കെ പോകുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഗരം മസാല നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ചുരയ്ക്ക അത് ഈ ഒരു മിക്സിലോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ ചേർത്തിരിക്കുന്ന ഉള്ളി നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചു. അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ഗരം മസാല ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കുമ്പളങ്ങ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. ആ ഒരു മസാലയൊക്കെ ഉണ്ടല്ലോ, അതായത് ഗരം മസാല ഈ ഒരു കുമ്പളങ്ങയിലോട്ട് പിടിക്കുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ഈ മസാല, അതായത് ഗരം മസാല ഈ കുമ്പളങ്ങയിലോട്ട് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം മാത്രം നമ്മൾ ബാക്കിയുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ മതി. അതിനുശേഷം 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. നമ്മളിതിൽ മുളക് ചേർക്കുന്നില്ല, മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മുളകിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ മല്ലിപ്പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. 2-3 ടീസ്പൂൺ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ ചിക്കൻ മസാല 1 ടീസ്പൂൺ മതി. ഓക്കെ, അപ്പോൾ നമ്മളിത് അങ്ങനെ ഒരു കുമ്പളങ്ങ കറി ആയതുകൊണ്ട് ഒരുപാട് മസാല ഇതിൽ ആവശ്യമില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ്.
ഓക്കെ, ഈ എല്ലാം നമ്മൾ ഇട്ടതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഇളക്കണം. അപ്പോൾ ഈ ഇളക്കലിൻ്റെ പ്രാധാന്യം അറിയാമല്ലോ നിങ്ങൾക്ക്. ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ആ ഒരു മസാല മിക്സ് ചെയ്തില്ലെങ്കിൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മസാല നന്നായിട്ട് മിക്സ് ചെയ്യുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ മസാല മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു മണമായിരിക്കും. എന്നിട്ട് ഈ മസാലയിൽ, അതായത് നമ്മുടെ ബാക്കി വന്ന മസാലയിലത്തെ ആ ഒരു അരച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ ചിക്കൻ കറിയിലോട്ട് ഈ ഒരു മിക്സിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ചിക്കൻ ഇടുന്നേ ഉള്ളൂ, ചിക്കൻ കറി ആയിട്ടില്ല, ചിക്കൻ കറി ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ കുമ്പളങ്ങയൊക്കെ ഇട്ടതിന് ശേഷം, നമ്മൾ മസാലയൊക്കെ ഇട്ടതിന് ശേഷം ഈ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അത് കുമ്പളങ്ങ തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യണം. തീ ചെറിയൊരു സിമ്മിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്, നന്നായിട്ട് വേകുന്നുണ്ട് കുമ്പളങ്ങ. ഏകദേശം കുമ്പളങ്ങ അറിയാമല്ലോ പെട്ടെന്ന് വേവുന്നൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് അധികം ഒന്നും വേവിക്കേണ്ട ആവശ്യമില്ല. ഏകദേശം 2-3 മിനിറ്റ് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ഇതിലോട്ട് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം ഈ കുമ്പളങ്ങയും ചിക്കനും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ ഈ പാത്രം കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചിരി വരും, എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ പാത്രത്തിൽ ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന്. ആക്ച്വലി ഇത് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഇപ്പോൾ വീട്ടിലുള്ളൂ, ഞാനും അമ്മയും. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു പാത്രത്തിൽ ഞങ്ങൾ കറി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ നമ്മുടെ ചിക്കനും കുമ്പളങ്ങയും ഏകദേശം നന്നായിട്ട് തിളച്ച് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യം, നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, തേങ്ങ. അപ്പോൾ അത് ഈ കറിയിലോട്ട് ആഡ് ചെയ്യണം, അതായത് ഈ ചിക്കനും കുമ്പളങ്ങയിലോട്ട് ആഡ് ചെയ്യണം. പിന്നെ തേങ്ങ മാത്രമല്ല നമ്മൾ അരച്ചിരിക്കുന്നത്, തേങ്ങയുടെ കൂടെ നമ്മൾ 1 ടീസ്പൂൺ ജീരകം പ്ലസ് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചുവന്നുള്ളിയും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് അരച്ചിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അരപ്പ് ഇതിലോട്ട് ഒഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. ഇപ്പോൾ കറിയുടെ കളറ് മാറിയിട്ടുണ്ട്, ഏകദേശം ഒരു തേങ്ങാക്കറി പോലെ ആയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് അടച്ചു വെക്കണം. അടച്ചു വെച്ചതിന് ശേഷം നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ തിളച്ച കറിയിലോട്ട് നമ്മൾ കുറച്ച് ലേശം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കുക. മല്ലിയില ഇട്ടതിന് ശേഷം ഇളക്കേണ്ട ആവശ്യമില്ല. 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചാൽ മതി. കറി റെഡി. നമ്മൾ ഈ ചിക്കൻ കുമ്പളങ്ങ കറിയുടെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ചിക്കൻ നന്നായിട്ട് വരട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വരട്ടിയതാണ് കാണിക്കുന്നത്. കാണുമ്പോൾ തന്നെ വെള്ളം വരുന്നുണ്ട് അല്ലേ നാവിലൂടെ. സോ ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മുടെ കുമ്പളങ്ങ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല മണമുണ്ട്, നല്ല മസാല, അതുപോലെ തന്നെ ആവശ്യത്തിന് തേങ്ങ എല്ലാം ഇട്ടിട്ടുണ്ടാക്കിയൊരു കറിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യണം. ഇത് പാലക്കാട്ടുകാർക്ക് അറിയുന്ന ഒരു റെസിപ്പിയാണ്, പക്ഷെ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യണം. ചിക്കനും കുമ്പളങ്ങയും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് വിത്ത് കുമ്പളങ്ങ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആസ് യൂഷ്വൽ പറയുന്ന പോലെ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.